സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന ദൈവ വചന ധ്യാന ശുശ്രൂഷയിലേക്ക് വീണ്ടും സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു തിരുവചന വേദഭാഗം വായിക്കുന്നു. 2 കൊരിന്ത്യർ 13-ാം വാക്യം. 2 കൊരിന്ത്യർ 13:14. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായം 14-ാം വാക്യം ആശീർവാദ വചനമാണ്. നാം പങ്കെടുക്കുന്ന ഓരോ ആരാധനകളിലും ഓരോ കൂട്ടായ്മകളിലും ആരാധന അവസാനിപ്പിക്കുന്നതിന് മുമ്പായി ആശീർവാദം പറയാറുണ്ട്. ഈ ആശീർവാദ വചനമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ഈ ആശീർവാദ വചനത്തിൻ്റെ പ്രത്യേകതകൾ: ഒന്ന്, ഈ ആശീർവാദ വചനത്തിൽ ത്രിയേക ദൈവത്തെ നാം കാണുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിനെയും പിതാവായ ദൈവത്തെയും പരിശുദ്ധാത്മാവിനെയും നാം ഇതിൽ കാണുന്നു. ത്രിത്വത്തിൻ്റെ ആശീർവാദമാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമതായി, ഈ ആശീർവാദ വചനത്തിൽ നാം കാണുന്ന അനുഗ്രഹം ദൈവകൃപയാണ്. ഓരോ മനുഷ്യനും അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒന്നാണ് ദൈവകൃപ. ദൈവകൃപയാണ് നാം അർഹിക്കാത്ത, നമുക്ക് ഒരു യോഗ്യതയും ഇല്ലെങ്കിലും നമുക്ക് ലഭിക്കുന്ന നന്മകളുടെ അടിസ്ഥാനം ദൈവകൃപയാണ്. അതിൽ പാപക്ഷമയുണ്ട്, അതിൽ രോഗശാന്തിയുണ്ട്, അതിൽ നിത്യജീവനുണ്ട്, അതിൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും ഈ ദൈവകൃപയിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നു. തുടർന്ന് നാം ഈ ആശീർവാദ വചനത്തിൽ കാണുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. അതേ പ്രിയമുള്ളവരെ, ആ ദൈവത്തിൻ്റെ സ്നേഹം, അതിൻ്റെ ആഴം, അതിൻ്റെ നീളം, അതിൻ്റെ വീതി, അത് ആർക്ക് ഗ്രഹിക്കുവാൻ കഴിയുമെന്നാണ് വേദപുസ്തകത്തിൽ ഒരിടത്ത് പറഞ്ഞിരിക്കുന്നത്. ആ വലിയ സ്നേഹം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനാൽ ദൈവം പകർന്നിരിക്കുകയാണ്. ആ ദൈവസ്നേഹത്തിൻ്റെ അടയാളമാണ് ക്രൂശ്. ആ ദൈവസ്നേഹത്തിൻ്റെ മൂർത്തിഭാവമാണ് യേശുവിൻ്റെ ആ കാൽവരി യാഗത്തിലൂടെ നാം കാണുന്നത്. ആ ദൈവസ്നേഹത്തിൻ്റെ മുഖമുദ്രയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന നിത്യജീവൻ്റെ ആധാരമായിരിക്കുന്നത്. അവസാനമായി, ഈ ആശീർവാദ വചനത്തിൽ കാണുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയാണ്. എന്താണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ? ഇത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ആദം ഹൗവ ദമ്പതികൾക്കൊപ്പം ദൈവം ആ ഏദൻ തോട്ടത്തിൽ വസിച്ചിരുന്നപ്പോൾ അവർ എപ്പോഴും ആ ദൈവ തേജസ് അഥവാ ആ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ, ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചിരുന്നു. എന്നാൽ എപ്പോഴാണോ അവർ പാപം ചെയ്തത്, ആ സമയത്ത് അവർ ആ ദൈവിക കൂട്ടായ്മയിൽ നിന്ന്, ആ ഏദൻ തോട്ടത്തിൽ നിന്ന്, ആ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അവർ പുറത്താക്കപ്പെട്ടു. അങ്ങനെ അവിടെ അവർക്ക് നഷ്ടപ്പെട്ട ആ ദൈവ സാന്നിധ്യം, ആ ദൈവ തേജസ് വീണ്ടും ആദത്തിൻ്റെ സന്തതികളായ നമുക്കോരോരുത്തർക്കും ലഭിക്കുന്നതിന്, അഥവാ തിരിച്ചു തരുന്നതിന് വേണ്ടിയാണ് സ്വർഗീയ പിതാവ് അവിടുത്തെ ഏകജാതനായ പുത്രനെ കാൽവരിയിൽ നമുക്ക് വേണ്ടി മരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തത്. ആ കുഞ്ഞാടിൻ്റെ കാൽവരിയാക രക്തത്താൽ നാം ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് വീണ്ടും തിരികെ ആ ഏദൻ തോട്ടത്തിൻ്റെ അനുഭവത്തിൽ, അഥവാ ആ സ്വർഗീയ പർദീസയിൽ, ആ ദൈവത്തിൻ്റെ ആ സന്നിധിയിൽ വീണ്ടും നിൽപ്പാൻ യോഗ്യത ഉള്ളവരായിത്തീരുന്നു. ഇതാണ് ആശീർവാദ വചനമായി പൗലോസ് അപ്പോസ്തലൻ താൻ സ്ഥാപിച്ച കൊരിന്ത്യയിലെ സഭയ്ക്ക് എഴുതുന്നത്. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.